2-3 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ഒരു വളകാപ്പ് സെറിമണി നടത്തുകയാണ്. വളകാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് എനിക്ക് ഒരു തേങ്ങ അറിയില്ല. നിങ്ങളതെല്ലാം കളഞ്ഞോ? നിങ്ങൾ വിചാരിക്കും ഇതാരാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ 7 മാസമായെന്നല്ലേ ഇത്തിരി മുന്നേ പറഞ്ഞതെന്ന് വിചാരിക്കല്ലേ. ഇതെൻ്റെ സിസ്റ്ററിലോയുടെ വാവയാണ്. എല്ലാം കളഞ്ഞോ? എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, വീണ എന്താ അമ്മയമ്മേനെ അമ്മ എന്ന് വിളിക്കാതെ ആൻറ്റി എന്ന് വിളിക്കുന്നതെന്ന്. നമ്മളൊരു മോഡേൺ ഫാമിലിയാന്ന് പറഞ്ഞു കൊടുക്കാം. ആൻറ്റി വീണയ്ക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വിളിക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അമ്മ ആൻറ്റി എന്നൊന്നും വിളിക്കണ, എന്താ ഇഷ്ടം തോന്നുന്നത് അതുപോലെ വിളിക്കാം. മേഘം കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഹലോ എവ്രിവൺ, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് എന്ന് പറയുന്നത് കുറച്ച് എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം 2-3 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ഒരു വളകാപ്പ് സെറിമണി നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ എത്രയൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പരിപാടികളൊക്കെ മാറ്റി വെച്ച് അവസാന നിമിഷം കിടന്ന് ഓടടാ ഓട്ടം എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ. 2 ദിവസത്തിനുള്ളിലാണ് പരിപാടി. ഇന്നാണ് പോയി സാരിയുടെ ബ്ലൗസ് വാങ്ങിച്ചത്, ജ്വല്ലറി എടുത്തത്, മെഹന്തി ആർട്ടിസ്റ്റ് വന്നേക്കുന്നു, എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. പാർലറിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അത് എന്തായാലും അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം, പിന്നെ എൻ്റെ മെഹന്തി ഇടുന്നത് നിങ്ങളെ കാണിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളകാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് എനിക്ക് ഒരു തേങ്ങ അറിയില്ല. പക്ഷേ എല്ലാം ഇങ്ങനെ നടത്താനായിട്ട് നമുക്ക് ചുറ്റും ആളുകളുള്ളതുകൊണ്ട്, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുള്ളതുകൊണ്ട് ഞാൻ വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മെഹന്തി ഇടൽ ചടങ്ങാണ് ഇന്ന് പ്രധാനമായിട്ട് നടക്കുന്നത്. അതിന് മുന്നേ ഞാൻ ഉടുക്കാൻ പോകുന്ന സാരിയൊക്കെ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇതാണ് എൻ്റെ സാരിയും ബ്ലൗസും. അപ്പോൾ റൈറ്റ് ഫ്രം നമുക്ക് ബ്ലൗസിൽ നിന്ന് തുടങ്ങാം. കാരണം ബ്ലൗസാണ് ഏറ്റവും മുകളിലിരിക്കുന്നത്. അതോ സാരി വേണോ? വേണ്ട, ബ്ലൗസ് തുടങ്ങാം. ബ്ലൗസ് എന്ന് പറയുന്നത് ഇത്രയും വർക്കുകളൊക്കെ ചെയ്ത് പാവം ആ കുട്ടി എനിക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഈ ബ്ലൗസിലേക്ക് വേണ്ടിയിട്ട്. അമിത എന്ന് പറയുന്ന ഒരാളാണ്, ആത്മ എന്ന് പറയുന്ന ബുട്ടീക്കാണ് ചെയ്തു തന്നത്, എറണാകുളത്തുള്ളത്. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ഞാൻ ഇട്ടു, പെർഫെക്റ്റ് ആണ്, അടിപൊളിയായിട്ടല്ലേ. ഇതാണ് ആദ്യത്തെ സാധനം. രണ്ടാമത്തെന്ന് പറയുന്നത് എൻ്റെ സാരിയാണ്. ചിലർ വിചാരിക്കും ഞാൻ എന്താണ് ഇതൊക്കെ ഒരു എന്താ പറയുക ലാസ്റ്റ് മിനിറ്റ് കാണിക്കേണ്ട കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർപ്രൈസ് ഫാക്ടർ പോകൂലേ എന്നൊക്കെ തോന്നും. പക്ഷെ എൻ്റെ സർപ്രൈസ് എന്താ, അല്ലെങ്കിൽ എൻ്റെ ഒരു വണ്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഉടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇത് എംലോഫ്റ്റിൽ നിന്നാണ്. എംലോഫ്റ്റിൻ്റെ കാര്യം പ്രത്യേകം പറയണം കേട്ടോ. കാരണം ജോയലിൻ്റെ വൈഫും 101% സപ്പോർട്ട് ചെയ്ത് എന്ത് വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ എന്ത് ഇഷ്ടങ്ങളും ഒരു 150 സാരിയെങ്കിലും അവർ കാണിച്ചു തന്നു. അതിൽ നിന്ന് ഞാൻ എടുത്ത സാരി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നിട്ട് ഈ കളറാണോ എടുത്തതെന്ന്. കാരണം ഞാൻ കുറച്ച് ട്രഡീഷണൽ പിടിക്കുന്ന ആളാണ്. ഇത് രണ്ടുമാണ് സാരി, ബ്ലൗസ്. ഇനി വരുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ ജ്വല്ലറിയാണ്. ജ്വല്ലറി ഞാൻ എല്ലാ തവണയും എടുക്കുന്ന പോലെ തന്നെ നിയതി റെൻ്റൽ ജ്വല്ലറി തൃപ്പൂണിത്തുറയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്കറിയില്ല എന്തൊക്കെ ഇതിന് ചേരുന്നത്, എന്തൊക്കെ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ സമയം പോലെ മറ്റൊരു വ്ളോഗിൽ കാണിക്കാം. ഇത്രയാണ് സാരി, ബ്ലൗസ്, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇനിയുള്ളതെന്ന് പറയുന്നത് മെഹന്തി ഇടുക എന്നുള്ളതാണ്. മെഹന്തിക്ക് മുൻപ് എൻ്റെ കൈയൊക്കെ ഓൾറെഡി നെയിൽ പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ആളാണ് നെയിൽസ് ബൈ രാഖി. ഞാൻ പെൺകുട്ടികളോടൊരു കാര്യം പറയട്ടെ. അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ നെയിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇതൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാം. എനിക്കിതൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് തരുന്ന കാര്യങ്ങളാണ് നെയിൽസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പേര് മറക്കണ്ട, നെയിൽസ് ബൈ രാഖി ഞാൻ എപ്പോഴും പറയുന്ന പേരാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മെഹന്തിയിലേക്ക് കിടക്കട്ടെ. കാരണം ഒരു 2-3 മണിക്കൂറെങ്കിലും എനിക്ക് മിനിമം അതിന് വേണം. എത്ര നേരം ഞാനിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്നറിയില്ല. നമ്മുടെ പാവം മെഹന്തി കുട്ടി ഇവിടെ രാവിലെ തൊട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയേക്കായിരുന്നു. അവളോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചടങ്ങിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഒരു 100 കൂട്ടം ഡിസൈനുകളിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ഡിസൈനാണിത്. ഇതിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സൈഡിൽ ഇരിക്കുന്ന ആളെ എന്താ ഞാനിങ്ങനെ കാണിക്കാത്തതെന്ന്.
ചില പ്രൈവസി കൺസേൺസ് കാരണം ആൾക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് മൈലാഞ്ചി ഇട്ട് ഞാൻ ഈ പേജ് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ പേജ് പോയി നോക്കണം. പേജ് കാണുവാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെ. നിങ്ങളതെല്ലാം കളഞ്ഞോ? നിങ്ങൾ വിചാരിക്കും ഇതാരാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ 7 മാസമായെന്നല്ലേ ഇത്തിരി മുന്നേ പറഞ്ഞതെന്ന് വിചാരിക്കല്ലേ. ഇതെൻ്റെ സിസ്റ്ററിലോയുടെ വാവയാണ്. എല്ലാം കളഞ്ഞോ? ഞങ്ങൾ എന്നേക്കാൾ മുന്നേ മൈലാഞ്ചി ഇട്ടത് ഇദ്ദേഹമാണ്. ഈ വാവയുടെ പേരെന്താന്നൊന്ന് പറയാവോ? പ്രകാമ്യ, അങ്ങനെയാണ് ഞങ്ങളുടെ പേര്. കുട്ടികൾക്ക് പേരിടാൻ ആഗ്രഹിക്കുന്നവരിങ്ങനെ വ്യത്യസ്തമായ പേരുകൾ വേണമെന്നുണ്ടെങ്കിൽ ദാ മറ്റൊരു പേര്. ഈ ഇരിക്കുന്ന സുന്ദരിയായ യുവതി ആരാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇതെന്റെ അമ്മയാണ്. അപ്പൊ ആൻറ്റിയോട് ആൻറ്റിയോട് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, വീണ എന്താ അമ്മയമ്മേനെ അമ്മാന്ന് വിളിക്കാതെ ആൻറ്റിന്ന് വിളിക്കുന്നതെന്ന്. നമ്മളൊരു മോഡേൺ ഫാമിലിയാന്ന് പറഞ്ഞു കൊടുക്കാം ആൻറ്റി. വീണയ്ക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വിളിക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അമ്മ ആൻറ്റി എന്നൊന്നും വിളിക്കണ, എന്താ ഇഷ്ടം തോന്നുന്നത് അതുപോലെ വിളിക്കാം. മോളേന്ന് വിളിക്കാന്നാ പറയുന്നത്. എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയൊക്കെയാണ്. ആൻറ്റി എന്തൊക്കെയാ ആൻറ്റിയുടെ ഒരുക്കങ്ങൾ എൻ്റെ വളകാപ്പ് പ്രമാണിച്ച്? വീണ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഇങ്ങനെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇത്തരം കാര്യങ്ങളെ കാണുന്ന ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. ആൻറ്റി അതിനു വേണ്ടി പാർലറിൽ പോയില്ലേ? പോയല്ലോ. വേറെ എന്തൊക്കെ ചെയ്ത ആൻറ്റി? ഹെയർ ചെയ്തു, ഫേസ് ചെയ്തു, ഫേഷ്യൽ ചെയ്തു, ഹെയർ കട്ട് ചെയ്തു, ഐബ്രോസ് ചെയ്തു, എല്ലാം ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ആണല്ലേ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? എനിക്കൊരു ഭീഷണിയാണ് എൻ്റെ അമ്മ. എന്നേക്കാൾ ചെറുപ്പമായിട്ട് സുന്ദരിയായിട്ട് ഇരിക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. എല്ലാവരും ചോദിക്കേ ജീവനെ എന്താ വിഷ്വലിൽ കാണിക്കാത്തെന്ന്. ജീവന് വിഷ്വൽ വരാൻ അത്ര താല്പര്യം ഇല്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ബാക്കി ആൾക്കാർക്കൊക്കെ വിഷ്വൽ വരാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, അവയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, താല്പര്യമില്ലെന്ന്. തളരരുത് രാമൻകുട്ടി, തളരരുത്. മേഘം പൂകൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ, പൂങ്കാറ്റിൽ സോപാനം പാടുമ്പോൾ, പൂക്കാരി നിന്നിൽ കണ്ടു ഞാൻ. അങ്ങനെയല്ലേ? അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ എൻ്റെ കൈയുടെ 2 ഭാഗത്തും നോക്കൂ, കാലിലും ഒക്കെ ഫുള്ള് നെയിൽ പോളിഷ് മെഹന്തി ഇട്ട് കഴിഞ്ഞു. ഇതൊരു 1.5 ക്ഷമ വേണ്ട പരിപാടിയാണ് ഗൈസ്. ഞാൻ ഇതിനിടയിൽ കിടന്ന് ഉറങ്ങി. പിന്നെ എൻ്റെ ഡീസൻ്റായ ക്യാമറമാൻ ഇതൊന്നും വീഡിയോയിൽ എടുത്തില്ല. നിങ്ങളെന്നും കാണിച്ച് എന്നെ അപമാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഏകദേശം 2 സൈഡിലും കാലിലും ഒക്കെ ഏകദേശം തീർന്നു, സമാധാനപരമായി. അപ്പോൾ പുള്ളിക്കാരി മെഹന്തി ഇടുന്ന ആൾ പോയി. പിന്നെ ഇവിടെ രാവിലെ തൊട്ട് നിറച്ച ആൾക്കാരെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എൻ്റെ മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോയുടെ വാവ, എൻ്റെ ഭർത്താവ്, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും 4 വഴിക്ക് പോയി. എല്ലാവർക്കും ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ച് 4 വഴിക്ക് പോയി. അങ്ങനെ ഞാൻ വളകാപ്പിൻ്റെ അവസാന വട്ട ഒരുക്കങ്ങളിൽ എല്ലാം അതും കൂടെ അങ്ങ് തീർത്തു. അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെതിന് കാണാം. ഇതിനിടയിൽ ഞാൻ എന്തെങ്കിലും വ്ളോഗ് ഇടുമോ?
ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇപ്പോഴേ ഒരു വഴിക്കായി ക്ഷീണിച്ച് തളർന്ന് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് ഗൈസ്. എനിവേ ഞാൻ വളരെ ഹാപ്പിയാണ് 2 കയ്യിലും ഒക്കെ ഇട്ടേക്കുന്ന മെഹന്തി. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ മറ്റൊരു ദിവസത്തിൽ മറ്റൊരു സന്തോഷകരമായ കാര്യം പങ്കുവയ്ക്കാനായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.